ഓക്കെ, നമ്മുടെ ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് എന്ത്? വർക്ക്, എനർജി ആൻഡ് പവർ. വർക്ക്, എനർജി ആൻഡ് പവർ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ 3 ടേംസ് ഇതിലുള്ളത് അല്ലേ? ഒന്ന് വർക്കാണ്, രണ്ടെന്താണ്? എനർജി ആണ്, മൂന്നെന്താണ്? പവർ ആണ്. അപ്പോൾ വർക്ക്, എനർജി, പവർ എന്ന് പറഞ്ഞ് 3 ടേംസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ കടന്നു പോകും. എന്താണ് വർക്ക്? വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് പവർ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് എനർജി? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം വർക്ക്. ആദ്യം എന്താണ് നമ്മൾ നോക്കുന്നത്? വർക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി. മലയാളത്തിൽ എന്താണ്? പ്രവൃത്തി. ഓക്കെ, പ്രവൃത്തി. മലയാളത്തിൽ പ്രവൃത്തി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്നത്. എന്താണ് വർക്ക്? നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കിയിട്ട് എന്താണ് പ്രവൃത്തി, എന്താണ് വർക്ക്? നമ്മളൊരു പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്തു എന്ന് നമ്മൾ എപ്പോഴാണ് പറയാം? ഒന്ന് ആലോചിച്ച് നോക്ക്. അതുതന്നെയാണോ നമ്മൾ ഡെഫിനിഷൻ? നമുക്ക് നോക്കാം. അപ്പോൾ ഫോർ എ വർക്ക്, ആദ്യത്തെ പോയിന്റ് ആണേ. ഫോർ എ വർക്ക് ടു ബി ഡൺ ഇൻ എ സയന്റിഫിക് സെൻസ്, എ ഫോഴ്സ് മസ്റ്റ് ബി എക്സേർട്ടഡ് ആൻഡ് ദർ മസ്റ്റ് ബി ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതായത് ഒരു വസ്തു നമ്മൾ എടുക്കുന്നു. എന്തോ ഒരു വസ്തു. ആ വസ്തുവിന്റെ മേലെ അല്ലെങ്കിൽ ആ വസ്തുവിൽ ഒരു വർക്ക്, നമ്മൾ വർക്കിന് W എന്നതാണ് എന്ത്? സിമ്പൽ. വർക്കിന്റെ സിമ്പൽ ആണ് എന്ത്? W. വർക്കിന്റെ സിമ്പൽ ആണ് എന്ത്? W. അപ്പോൾ ഈ ഒരു വസ്തുവിന്റെ മേലെ ഒരു വർക്ക് ചെയ്തു എന്ന് നമ്മൾ പറയുക എപ്പോഴാണ്? അല്ലെങ്കിൽ സയന്റിഫിക് സെൻസിൽ നമ്മൾ എപ്പോഴാണ് പറയുക? എ ഫോഴ്സ് മസ്റ്റ് ബി എക്സേർട്ടഡ്. ഇതിന്റെ മേലെ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ്. ഇതിന്റെ മേലെ എന്ത് ചെയ്യണം? ഇതാണ് ഒരു വസ്തു എങ്കിൽ ഇതിന്റെ മേലെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. ഇതിന്റെ മേലെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. അത് മാത്രം പോരാ, there must be a displacement in the direction of force. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ഇത്ര ദൂരം സഞ്ചരിക്കുക എന്ന് പറയില്ലേ? അപ്പോൾ ഈ വസ്തുവിന്റെ മുകളിൽ ഒരു വർക്ക് ചെയ്തു എന്ന് നമ്മൾ പറയണമെങ്കിൽ ആ വസ്തുവിന്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. അത് മാത്രം പോരാ, ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഉണ്ടാവണം. അതായത് ഇവിടുന്ന് നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ ഈ ഡയറക്ഷനിലാണ് നീങ്ങണം. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഡയറക്ഷനിലാണ് നീങ്ങണം. ഇനി ഇങ്ങനെയാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്തതെങ്കിൽ ഇങ്ങനെ നീങ്ങണം. ഇനി എന്താണ്? പിന്നെ ഈ ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്തതെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് അത് നീങ്ങിയിരിക്കണം. ഇതാ എന്ത് പറയുന്നത്? വർക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. വർക്ക് is the product of the component of the force in direction of the displacement and magnitude of this displacement. അതായത് നമ്മൾ പറഞ്ഞു ഫോഴ്സ് വേണം, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് വേണം. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റാ? ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രൊഡക്റ്റ് ആണ് വർക്ക്. രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്. SI യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. ജൂൾ എന്നുള്ളതാണ്, ഈ ക്യാപിറ്റൽ ലെറ്റർ J ആണ് അതിന്റെ സിമ്പൽ. ജൂൾ എന്നുള്ളതാണ് SI യൂണിറ്റ് ഓഫ് വർക്ക്. മറന്നുപോയത്, SI യൂണിറ്റ് ഓഫ് വർക്ക് ജൂൾ ആണ്. ഇനി അടുത്ത 1 ജൂൾ is defined as. ഇനി നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, എന്താണ് 1 ജൂൾ? 1 ജൂൾ അല്ലെ? 1 ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 1 joule is defined as the work done by a force of 1 Newton. നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്, നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ 1 joule is defined as the work done by a force of 1 Newton. 1 Newton ഫോഴ്സ് ഉണ്ട് when it produces a displacement of 1 meter. അതായത് നോക്കോ, ഒരു വസ്തു, ഈ വസ്തുവിന്റെ മേലെ നമ്മൾ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു. എത്രയാ? 1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു.
ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് എത്ര വർക്ക് ചെയ്തു എന്ന് നമ്മൾ പറയാ 1 ജൂൾ വർക്ക് ചെയ്തു. ഈ സിറ്റുവേഷനിൽ എത്ര ജൂൾ വർക്ക് ചെയ്തു? 1 ജൂൾ വർക്ക് ചെയ്തു. ഇതിനെയാണ് 1 ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് വർക്ക് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. ഇത് അവിടെ ഉണ്ട്. വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അല്ലെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ആണേ. ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ അല്ലെ. യു ആൻഡ് യുവർ ഫ്രണ്ട്സ് മേ ട്രൈ ടു പുഷ് ദ വാൾ ഓഫ് എ റൂം irrespective of the applied force, the wall will not move. Thus we say that no work is done. അതായത് ഒരു ഉദാഹരണമാണേ. വർക്ക് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ. നോക്കോ, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളും നിങ്ങളുടെ 2-3 ഫ്രണ്ട്സും കൂടെ ഒരു കരാറായിട്ട് എടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പണി ഏറ്റെടുത്തിരിക്കുന്നു. പൈസക്ക് വേണ്ടി ഒരു പണി ഏറ്റെടുത്തിരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളെ 2-3 ഫ്രണ്ട്സും 2-3 ചങ്ങായിമാരും കൂടി എന്ത് ചെയ്യുന്നു? ഈ വാളിനെ ഉന്തിയിട്ട്, ഇതൊരു ചുമരാണെന്ന് വിചാരിക്കാം, ഈ ചുമരിനെ ഉന്തിയിട്ട് എന്ത് ചെയ്യണം? ഒരു ഡിസ്റ്റൻസിലേക്ക് എത്തിക്കണം. ഓക്കെ, നിങ്ങൾ എത്ര ആൾ ഉന്തിയാലും ആ വാൾ നീങ്ങുമോ? ചുമര് നീങ്ങുമോ? ഒരു വീടിന്റെ ചുമര് കുറച്ച് ആൾക്കാർ ഉന്തി എന്ന് വിചാരിക്കാം, നീങ്ങുമോ? നിങ്ങൾ എന്ത് എടുക്കുന്നുണ്ട്? ഫോഴ്സ് കൃത്യമായിട്ട് എടുക്കുന്നു. നിങ്ങൾ ക്ഷീണിക്കുന്നു അല്ലേ? നിങ്ങൾക്ക് ക്ഷീണമുണ്ട്, ഫോഴ്സും എടുക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഡിസ്റ്റൻസ് ഉണ്ടാവുന്നില്ല. ഫോഴ്സ് എക്സേർട്ട് ചെയ്ത ഡയറക്ഷനിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അവിടെ വർക്ക് ചെയ്തിട്ടില്ല. നിങ്ങളൊരു വർക്കും ചെയ്തിട്ടില്ല. വർക്ക് ചെയ്യേണ്ട ആരെങ്കിലും പൈസ തരുവാ? ഇല്ല അല്ലേ? അപ്പോൾ ഫിസിക്സിന്റെ ഭാഷയിൽ എന്താ? നിങ്ങൾ അവിടെ ഒരു വർക്കും ചെയ്തിട്ടില്ല അല്ലേ? പക്ഷെ നമ്മൾ പൊതുവെ എന്താ പറയാ? ഞാൻ കുറെ പണിയെടുത്തു, അല്ലെ ഞാൻ കുറെ പ്രവൃത്തി ചെയ്തു, വാൾ നീങ്ങാത്ത എന്റെ കുഴപ്പമില്ലല്ലോ എന്ന് പറയില്ലേ? എന്താണ്? ഫിസിക്സിന്റെ ഭാഷയിൽ അവിടെ ഒരു വർക്കും നടന്നിട്ടില്ല. അതാണ് ഫസ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക്. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വർക്ക്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം വിട്ടേക്ക്. നിങ്ങൾ ഇത് ഓർമ്മിച്ച് വെക്കണം. അതായത് വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് mL²T⁻². ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഡയമെൻഷണൽ ഫോർമുല എപ്പോഴും ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതുക. ഇത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ 1ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. ആ 1ാമത്തെ ചാപ്റ്റർ നമുക്ക് എക്സാമിന് ഇല്ല, അതുകൊണ്ട് ആ ചാപ്റ്റർ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. mL²T⁻². ഇതങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇതാ മറ്റൊരു പോയിന്റ്, മറ്റൊരു 1 വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു 1 വേർഡ് ഇങ്ങനെയാണ്. എന്താണ്? 1 കിലോവാട്ട് ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജൂളാണ്? നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം, എന്ത്? 1 കിലോവാട്ട് ഹവർ എത്ര ജൂളാണ്? ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക, 3.6 × 10⁶ ജൂളാണ്. 1 കിലോവാട്ട് ഹവർ എത്ര ജൂളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.6 × 10⁶ ജൂൾ. ഓക്കെ, ശരി. അതൊക്കെ അല്ലേ? ശരി. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ബൈ സ്പ്രിങ് അല്ലെ? വർക്ക് ഡൺ ബൈ സ്പ്രിങ് കാരണം ഉണ്ടാവുന്ന വർക്ക് ഡൺ നമുക്ക് നോക്കാം. അപ്പൊ ഇതില് 3 ചിത്രങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലെ? സൂം ആക്കാം. 3 ചിത്രങ്ങൾ, എ, ബി ആൻഡ് സി. എയില് x=0 എന്ന് കാണുന്നുണ്ടാവും. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇവിടെ ഉള്ളത് ഈ സാധനം, ഈ ഒബ്ജക്റ്റും കാണുന്നത് സ്പ്രിങ്ങും ആണ്. അപ്പോൾ x=0. അപ്പൊ ഇവിടെ അതിന് എന്താണ്? വെർട്ടിക്കൽ ആയിട്ട് എന്തുണ്ട്? ഇങ്ങനെ വര കാണുന്നുണ്ടാവുമല്ലോ അല്ലെ? ഇങ്ങനെ വര കാണുന്നുണ്ടാവും. അത് x=0, അതായത് സ്പ്രിങ് ഒന്നും ചെയ്തിട്ടില്ല. സ്പ്രിങ് നോർമൽ കണ്ടീഷനാണ്, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ വെക്കുന്നു. x=0. ഇനി രണ്ടാമത് എ കഴിഞ്ഞ് ബിയിലേക്ക് വരുമ്പോൾ എന്താണ്? ഒരു ഫോഴ്സ് കൊടുക്കുവാണ്. ഫോഴ്സ് എങ്ങനെ കൊടുക്കുന്നത്? ഇതിനെ ഉന്തുന്നു അല്ലെ? ഇതിനെ ഇങ്ങോട്ടേക്ക് ഉന്തുവാണ് ചെയ്യുന്നത്. എത്ര ഡിസ്റ്റൻസിൽ? x ഡിസ്റ്റൻസിലേക്ക് ഈ ഒരു ഫോഴ്സ് ചെലുത്തുന്നു. ഡിസ്റ്റൻസ് x ആണ്. അപ്പോൾ സ്പ്രിങ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്രിങ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരുമല്ലോ. ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ള അല്ലേ?
കംപ്രസ് ചെയ്തു. എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്യല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട്. ഏത് ഡിസ്റ്റൻസിലേക്ക്? എക്സ് എം എന്ന് പറഞ്ഞ എക്സ് എം എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് എന്ത് ചെയ്യുന്നു? അത് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ പൊസിഷൻ ആണ്. എ എന്ന് പറയുന്നത് അത് എക്സ് ഈക്വൽ ടു 0. ചിത്രം വരക്കാനാണ് പറയുന്നത്. എക്സ് ഈക്വൽ ടു 0. അതിനുശേഷം എക്സ് ഡിസ്റ്റൻസിലേക്ക് കംപ്രസ് ചെയ്യുന്നു അല്ലെ? നീളം കുറക്കുന്നു. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യും. എക്സ് എം എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് 0 ആണ്, ഇത് എക്സ് ആണ്, ഇത് എക്സ് എം. ആ തരത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനി നോക്കാം. ഈ വസ്തുവിന്റെ മാസ്, ഇവിടെ കൊടുത്ത വസ്തുവിന്റെ മാസ് എമ്മും എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എഫും ആണെങ്കിൽ, എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എക്സും ആണെങ്കിൽ, അതുപോലെ മാക്സിമം കംപ്രഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ എക്സ് എം ആണ്. അതായത് ഇവിടെ ഉള്ളത് എന്താ? ഇലോങ്ങേഷൻ. ഇതിന് ഇലോങ്ങേഷൻ എന്ന് പറയാം. മാക്സിമം ഇലോങ്ങേഷൻ എത്രയാ? എക്സ് എം. അതായത് ഇലോങ്ങേറ്റ് ചെയ്യുന്നു, വലുതാവുന്നു. അതുപോലെ ഒരു ടേം കെ ഉണ്ട്. ഈ സ്പ്രിങ് അങ്ങോട്ടേക്ക് വരും, ഇതിന്റെ ഇക്വേഷനിലേക്ക് വരും. അതിന് മുന്നേ ആണ് ഈ ടേംസ് പറയുന്നത്. കെ എന്ന് പറയുന്നത് സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ്. കെ എന്ന് പറയുന്ന ഒരു ടേം കൂടെ ഇവിടെ വരും. അതിനെയാണ് എന്ത് പറയാ? സ്പ്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയാം. സ്പ്രിങ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്താണ് നമുക്ക് എന്താ കണ്ടേ? വർക്ക് ഡൺ. ഇവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഇതാ വന്നു. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ആണ് എന്ത്? സ്പ്രിങ്ങിന്റെ കേസിൽ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ. അതായത് ഇവിടെ ഇത് അതിന്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് പിന്നെ സേവ് ചെയ്യപ്പെടുന്നത്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇവിടെ എന്താണ്? ഒരു എനർജി ആയിട്ട് ഈ വർക്ക് സേവ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ ആണ് ഹാഫ് കെ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് കെ എക്സ് എം സ്ക്വയർ. ഇത് അവിടെ ഉണ്ട്. ഹാഫ് കെ എക്സ് എം സ്ക്വയർ, ഹാഫ് കെ എക്സ് എം സ്ക്വയർ. ഇവിടെ കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ്, എക്സ് എം എന്ന് പറയുന്നത് മാക്സിമം ഇലോങ്ങേഷൻ. സ്ക്വയർ അറിയാലോ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 into 2 ആണ്. ഇനി കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? കെ ഇൻറ്റു കെ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെയിം മൾട്ടിപ്ലിക്കേഷൻ. ഇനി 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 4 into 4 into 4. ഇതാ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്ക് ഡൺ കിട്ടി. സ്പ്രിങ്ങിന്റെ കേസിൽ വർക്ക് ഡൺ ഹാഫ് കെ എക്സ് സ്ക്വയർ. അതേ ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം നോക്കണം, ഉത്തരം നോക്കണം. സിമ്പിൾ ആയിരിക്കും. ഈ ഇക്വേഷൻ വെച്ചിട്ട്, ഇവിടെ ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് ഒരു ചോദ്യം. നിങ്ങൾ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യണം? ഒരു ഗ്രാഫ് അല്ല, ഒരു ഡയഗ്രാം കൂടെ നിങ്ങൾ വരക്കണം. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുക, ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. അപ്പോൾ കൂടുതൽ മാർക്കും കിട്ടും. ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്കും കിട്ടും. അങ്ങനെയുണ്ട്. അപ്പോൾ ഇതാ മറ്റ് ചില ചോദ്യങ്ങൾ ഇതാ തന്നിട്ട് ഒന്ന് നോക്കിക്കോ. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അതിന്റെ ആൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്ത് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ പാർട്ട്, വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒന്നാമത്തെ ഭാഗമായത്. കംപ്ലീറ്റ് ആയിട്ടില്ല, ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഒന്നാമത്തെ പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഒന്നാമത്തെ പാർട്ട് 1 ആണ്. പാർട്ട് 1. ഓക്കെ, പാർട്ട് 1. 2 പാർട്ട് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുക? എടുത്ത കാര്യങ്ങൾ നോക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അതുവരെ എടുത്ത ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവിടെയും ഉണ്ടാവും. അതിന്റെ ചോദ്യവും അതിന്റെ ഉത്തരവും കൂടെ നോക്കണം. അപ്പോഴാണ് എന്ത് ചെയ്യുക? നിങ്ങളിത് പഠിച്ചു എന്ന് പറയാം. അല്ലാണ്ട് ജസ്റ്റ് ഇത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കൂല എന്നല്ല, കംപ്ലീറ്റ് ആവില്ല. കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു എഫേർട്ട് കൂടി വേണം. ഇതോടുകൂടെ എന്താ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഈ സെയിം ചാപ്റ്ററിന്റെ മറ്റൊരു പാർട്ട് ആയിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ് കാണാം, മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അതൊക്കെയാണല്ലോ. ഇനി മറ്റൊരു ചോദ്യമാണ്. ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ 6.8 ആണ്. എ ഫോഴ്സ് ഓഫ് 6 ന്യൂട്ടൺ. അപ്പൊ നിങ്ങൾ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാ? നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാ? ഫോഴ്സ് ഓഫ് 6 എത്രയാണ്? 6 ന്യൂട്ടൺ. 6 ന്യൂട്ടൺ ഫോഴ്സ് അവിടെ തന്നു.
ദ ഫോഴ്സ് ഓഫ് 6 ന്യൂട്ടൺ, ഈ ചോദ്യമാണ് വായിക്കുന്നത്. ഫോഴ്സ് ഓഫ് 6 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ എൻ ഒബ്ജക്റ്റ് അറ്റ് എൻ ആംഗിൾ ഓഫ്, അപ്പോൾ ആംഗിൾ അവിടെ എന്ത് തന്നു? ആംഗിൾ ഓഫ് എത്ര തന്നു? 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ശേഷം എന്താ? 60 ഡിഗ്രി ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെ. ഹൊറിസോണ്ടൽ ഇങ്ങനെയും വെർട്ടിക്കൽ കുത്തനെയും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ഒബ്ജക്റ്റ് ബൈ 2 മീറ്റർ. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അതായത് ഫോഴ്സ് ഓഫ് 6 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ഒബ്ജക്ട് അറ്റ് എൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. അതായത് ഒരു വസ്തുവിന്റെ മേലെ 6 ന്യൂട്ടൺ ഫോഴ്സ് 60 ഡിഗ്രിയിൽ അപ്ലൈ ചെയ്യുന്നു. 2 മീറ്റർ അത് മൂവ് ചെയ്തു. എത്രയാണ് അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ? അപ്പോൾ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താ? W is equal to F into D ആണ്. ആംഗിൾ വരുന്ന സമയത്ത് ഈ ഇക്വേഷന്റെ കൂടെ W is equal to F into D തന്നെ, പക്ഷെ ഒരു കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്നുള്ള അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്നത് W is equal to F into D, പക്ഷെ ആംഗിൾ വരുന്ന സമയത്ത് കോസ് തീറ്റ കൂടെ കൊടുത്തേക്കാം. അപ്പൊ എന്താണ്? ഫോഴ്സ് 6 ന്യൂട്ടൺ അവിടെ കൊടുത്തു, D 2 അവിടെ കൊടുത്തു, കോസ് എത്രയാണ്? ആംഗിൾ എത്രയാണ്? 60, അതും അവിടെ കൊടുത്തു. അത് അവിടെ കാണുന്നത് അല്ലേ? ഇനി 6 into 2 12. കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ആണ്, 0.5. ഇനി അത് അറിയില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. 6 into 2 എത്രയാ? 12 into കോസ് എത്രയാ? കോസ് 60. ഇത്ര വെച്ചിട്ട് അങ്ങ് നിർത്തിക്കോ. ഇത്രയും ജൂൾ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിക്കോ. കോസ് 60ന്റെ വാല്യൂ അറിയില്ലെങ്കിൽ ജസ്റ്റ് എന്ത് പറയാ? സൈൻ 30, സൈൻ 45, സൈൻ 60, കോസ് 30, കോസ് 45, കോസ് 60, ടാൻ. അതുപോലെ ടാൻ. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അത് മാത്സ് ആണ്, പക്കാ മാത്സ് ആണ്. നിങ്ങൾ മാത്സ് പഠിക്കുന്നുണ്ടാവും, അപ്പൊ ഞാനിത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കോസ് 60.5 ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ അറിയേണ്ട സാധനമാണ്. ഇപ്പൊ അറിയില്ല എങ്കിൽ ഇവിടെ വെച്ച് നിർത്തിയാൽ മതി, നോ ഇഷ്യൂസ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്. ചോദ്യം നോക്കണം. അതുപോലെ മറ്റൊരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ശരി, ഇനി അടുത്തത് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അതായത് ഫോഴ്സ് കൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഫോഴ്സ് ആണ് വർക്ക് ചെയ്യുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കാരണം. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗുരുത്വാകർഷണം കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഗുരുത്വാകർഷണം കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു വസ്തു h ഹൈറ്റിൽ, ഇവിടെ h ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. ഒരു വസ്തു h ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്, അതവിടെ കാണുന്നത്. അപ്പൊ ആ h ഹൈറ്റിൽ വെച്ച വസ്തുവിന്റെ മേലെ എന്ത്? താഴത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും അല്ലെ? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതാണ് mg. നമ്മൾ ഇന്നലെ പറഞ്ഞു, mg ഉണ്ട്, h ഉണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിക്കോളെ. എ മാസ് m ബ്രിങ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് h ലേക്ക് ഒരു സാധനം ഉയർത്തിയിട്ടുണ്ട്. വെയിറ്റ് എന്താണ്? mg ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ, ഇവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ W is equal to mgh ആണ്. അതായത് ഒരു സാധനം ഇത്രയും ഹൈറ്റിൽ വെച്ചു എങ്കിൽ ആ വെച്ച സാധനം കാരണം ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് mgh ആണ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്നും നമുക്ക് പറയാം. ഈ സെയിം സാധനം തന്നെയാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി എന്നും നമ്മൾ പറയുന്നത്. അത് നമ്മൾ പഠിക്കും. ഇപ്പൊ അത് വേണ്ട എങ്കിലും അത് നമ്മൾ പഠിക്കും. mgh ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. ഒന്ന് ഓർമ്മിച്ച് വെക്കുക, പൊട്ടൻഷ്യൽ എനർജി. ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ, അല്ലെങ്കിൽ ഗ്രാവിറ്റി കാരണം ഒരു വസ്തുവിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ ആണ് W is equal to mgh. ഇത് ഓർമ്മിച്ച് വെക്കണം, പ്രധാനപ്പെട്ട സാധനമാണ് mgh. എന്തുകൊണ്ട് ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടാവുന്നത്? നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? കാരണം എന്താ? ഈ ഫോഴ്സിന്റെ താഴേക്കാണ് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് മേലോട്ടേക്കാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ സാധനം എന്ത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് അവിടെ നെഗറ്റീവ് മാർക്ക് ഇട്ടു എന്നേ ഉള്ളൂ.
ഓക്കെ, ഇവിടെ ചില ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോസ് ചെയ്യുക, കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെയും ഉണ്ട് ചില ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നോക്കുക. ഓക്കെ, ഇനി ഇത് വൺ വേർഡിനെങ്ങാൻ ചോദിച്ചാൽ അങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് കൊടുത്തതേ ഉള്ളൂ. വൺ വേർഡിനെങ്ങാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. ഒരു വേരിയബിൾ ഫോഴ്സ് കാരണം, വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ്. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന വർക്ക് ഡൺ, അതിന്റെ ഒരു ഇക്വേഷൻ ആണ്. ഒന്നുമില്ല, എഫ് ഡിസ്റ്റൻസ് അതന്നെ, അതായത് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്, ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. എന്ത് കാരണം? വേരിയബിൾ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന വർക്ക് ഡൺ. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇത് നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമില്ലാത്ത സാധനം, നമുക്കത്ര പ്രധാനപ്പെട്ടതല്ല, നമ്മുടെ എക്സാമിന് അങ്ങനെ ചോദിക്കുന്ന കാര്യമല്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നോക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആവശ്യമില്ല. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സാധനമാണ് വർക്ക് ഡൺ ബൈ എ സ്പ്രിങ്. സ്പ്രിങ് അറിയാലോ, ഇവിടെ കൊടുത്തിട്ടുള്ള സാധനം ഇതാണ് സ്പ്രിങ്. ഈ സ്പ്രിങ് കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ, അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ സ്പ്രിങ്ങിലേക്ക് ഒരു സാധനം ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. വർക്ക് ഡൺ ബൈ എ സ്പ്രിങ്. അപ്പൊ ഇത് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഈ ഡയഗ്രാം എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം, ഒന്ന് പഠിക്കണം. ഈ ഡയഗ്രാം നിങ്ങൾ ഒന്ന് പഠിക്കണം, നോക്കി വെക്കണം. അഥവാ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ എ സ്പ്രിങ് ഡിറൈവ് ചെയ്തെടുക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രം നിർബന്ധമായിട്ടും വരണം. അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഒരു പിന്നെ പകുതി മാർക്കോളം ആ ചിത്രത്തിന് തന്നെ വരും. നിങ്ങൾക്ക് ഐഡിയ അറിയാമെന്നുള്ളത് കൊണ്ട് പകുതി മാർക്കോളം ചിത്രത്തിന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ വർക്ക് ഡൺ ബൈ സ്പ്രിങ് ഒന്ന് നോക്കി വെച്ചോ. എന്തെങ്കിലും പിന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കിയോ.